എൻ്റെ കുടുംബം ബിസിനസ് കുടുംബമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ചെറിയ രീതിയിലാണെങ്കിലും കച്ചവടക്കാരൻ, എൻ്റെ ഫാദർ കച്ചവടക്കാരൻ, ഞാൻ കച്ചവടക്കാരൻ. ഇനി എൻ്റെ അടുത്ത തലമുറയും ഒരുപക്ഷെ കച്ചവടക്കാരാകാം. ഒരു കല്യാണത്തിന് പോയി നമുക്ക് കല്യാണം കിട്ടാൻ പ്രയാസമാണ്, കാരണം ഈ ബിസിനസ് എന്നാ തകരുന്നത് എന്ന പ്രയാസമാണ്. പക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർക്ക് ആണെങ്കിൽ നല്ല കല്യാണം കിട്ടും. കാലാകാലങ്ങളിലനുസരിച്ച് മാറി ആ മാറ്റം ചിന്തിക്കുകയും അതിനനുസരിച്ച് മാറ്റപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ ബാക്കടിക്കും. ബിസിനസ്സുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യും, കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കും, മണി സർക്കുലേഷൻ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കച്ചവടം ഈസ് നോട്ട് എ വെരി ബാഡ് പ്രൊഫഷൻ. ഓരോരുത്തർ വളർന്ന് വലുതാവാനുള്ള ആഗ്രഹവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഹാർഡ് വർക്ക് ഞങ്ങൾ ജനിച്ച ഈ രാജ്യത്തോടും സംസ്ഥാനത്തോടും മലയാളികളോടും ഒരു ബാധ്യതയുണ്ട്. വി ആർ കമ്മിറ്റഡ്. നമസ്കാരം. ഈ വിജയം, വളർച്ച എന്നൊക്കെ പറയുന്നതിന് പല വാക്കുകളും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് വ്യക്തികളുടെ പേരാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് MA യൂസഫ് അലി, രണ്ട് രവിപിള്ള. രണ്ടും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയ മലയാളികൾ. സാധാരണ മലയാളി കുടുംബത്തിൽ സാധാരണ ഗ്രാമത്തിലൊക്കെ പിറന്ന് സാധാരണക്കാരനായി പഠിച്ച് വളർന്ന് ലോകത്തിൽ പല നേട്ടങ്ങളും വെട്ടിപ്പിടിച്ച MA യൂസഫ് അലിയും രവിപിള്ളയും ഇന്ന് ബ്രാൻഡുകളാണ്, താരങ്ങളാണ് കേരള സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ, ലോകത്ത് തന്നെ. കൊച്ചു കാര്യങ്ങൾ ലോക കേരള മഹാസഭയുടെ ഈ സമ്മേളനവേദിയുടെ സമീപത്ത് നിന്ന് അവരോട് സംസാരിക്കാം. ബഹുമാനപ്പെട്ട MA യൂസഫ് അലി, ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഒരു കാലത്ത് ജനങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത മേഖലയായിരുന്നു. ബിസിനസ്സുകാർ, കച്ചവടക്കാർ, ലാഭമുണ്ടാക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡ് മലയാളിയുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് കരുതുന്നു. പഴയ കാലത്തും കച്ചവടക്കാരുണ്ടായിരുന്നു, അവർ കാശുണ്ടാക്കുന്നവരായിരുന്നു. അത് ലോകത്തിലെ ഏത് ഭാഗങ്ങളിലും ബിസിനസ് സമൂഹം, പ്രൊഫഷണൽസ്, സ്കിൽഡ്, സെമി സ്കിൽഡ്, അങ്ങനെ 4 വിഭാഗങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ കുടുംബം ബിസിനസ് കുടുംബമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ചെറിയ രീതിയിലാണെങ്കിലും കച്ചവടക്കാരൻ, എൻ്റെ ഫാദർ കച്ചവടക്കാരൻ, ഞാൻ കച്ചവടക്കാരൻ. ഇനി എൻ്റെ അടുത്ത തലമുറയും ഒരുപക്ഷെ കച്ചവടക്കാരാകാം. കച്ചവടം ചെയ്യലും ലാഭമുണ്ടാക്കലും ഒരു ജീവിതമാർഗ്ഗമാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്ന മാതിരി, എൻജിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന മാതിരി കച്ചവടം ഞങ്ങളുടെ ഒരു പ്രൊഫഷനാണ്, അത് ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ കച്ചവടത്തോട് വെറുപ്പ്, വിദ്വേഷം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ, ആ ഒരു വിദ്വേഷത്തിലുള്ള കാലത്തും കച്ചവടക്കാരുണ്ടായിരുന്നു. അതാണ് ശരി. ജനങ്ങൾ അവിടെ പോയി സാധനം മേടിക്കുകയും ചെയ്ത്. അല്ലാതെ കച്ചവടം പല രീതിയിലുണ്ടല്ലോ. റീറ്റെയിൽ ബിസിനസ് ഉണ്ട്, എൻ്റെ സുഹൃത്ത് രവിപിള്ള ചെയ്യുന്ന കോൺട്രാക്റ്റിംഗ് ബിസിനസ് ഉണ്ട്. അതിന് ബിസിനസ് പല മേഖലകളുണ്ടല്ലോ. ഫാർമസ്യൂട്ടിക്കൽ, മാനുഫാക്ചറിങ് ബിസിനസ് ഉണ്ട്, പല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. സ്വർണം വിൽക്കുന്നവരുണ്ട്, സ്വർണം ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ അതും ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ രവിയേട്ട, ഞാൻ കാണുന്നത് ഈ ബിസിനസ്സാണ് ലോകത്തെ, സമൂഹത്തെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അതല്ലേ അതിൻ്റെ അകത്തെ ശരി. ബിസിനസ് ഇല്ലെങ്കിൽ ലോകമില്ലല്ലോ. ലോകത്തിന് വളർച്ചയില്ല. ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ബിസിനസ്സുകാരുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യും, കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കും, മണി സർക്കുലേഷൻ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ മലയാളികളുടെ ഒരു പെർസെപ്ഷനെ കുറിച്ച് രവിയേട്ടന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു കല്യാണത്തിന് പോയി നമുക്ക് കല്യാണം കിട്ടാൻ പ്രയാസമാണ്, കാരണം ഈ ബിസിനസ് എന്നാ തകരുന്നത് എന്ന പ്രയാസമാണ്. പക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർക്ക് ആണെങ്കിൽ നല്ല കല്യാണം കിട്ടും. ആ ഒരു സ്ഥിതി ഉണ്ടാകുന്ന നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. ഓക്കെ, അതാണ് സ്ഥിതി. അതെ, പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥന് വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം. പക്ഷേ ബിസിനസ്സുകാരൻ, പക്ഷേ IASകാട്ടിലും വലിയ അധികം സമ്പത്തുണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. അതിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ താഴെ വെച്ചിട്ടുണ്ടാവും.
പക്ഷേ അവർക്ക് ഡിമാൻഡ് ഇല്ല. ഇല്ല. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ IAS IRS രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് നല്ല ഇതാണ്, നല്ല ശമ്പളവും നല്ല പേരും കൂടുതൽ ശമ്പളമുണ്ട്. അല്ല, അതിൻ്റെ ഡബിൾ കൊടുത്തല്ലേ വരുന്നുള്ളൂ. അവർ രാജിവെച്ചിട്ട് വന്നതാണോ? രാജിവെച്ചിട്ട് വന്നത്. IAS ആ പോസ്റ്റ് രാജിവെച്ചിട്ട് വന്നു. ഒരു ആസ്ട്രേലിയക്കാരൻ അവിടുന്ന് രാജിവെച്ചിട്ട് വന്നു. ഒന്ന് ഇന്ത്യയിലുള്ള ഒരാളും രാജിവെച്ചിട്ട് വന്നു. ഇപ്പോൾ 15 വർഷമായി എൻ്റെ വർക്ക് ഉണ്ട്. പക്ഷേ ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഈ ഒരു പെർസെപ്ഷൻ മാറുന്നുണ്ടോ? എങ്ങനെ കച്ചവടക്കാരെ ഇഷ്ടപ്പെടാത്ത? അതെ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, മാറിയിട്ടില്ല. ഡിമാൻഡ്. ഒരു കച്ചവടക്കാരൻ അവൻ്റെ മകൻ ഒരു കച്ചവടക്കാരനാകണമെന്ന് ആഗ്രഹിക്കുക. ഒരു ഡോക്ടർ മകൻ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുക. ഒരു വക്കീൽ മക്കൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ്. പക്ഷെ കച്ചവടം ഈസ് നോട്ട് എ വെരി ബാഡ് പ്രൊഫഷൻ. മനസ്സിലായില്ല? നിങ്ങൾ വീണ്ടും കച്ചവടം ആൾക്കാർക്ക് ദേഷ്യം എന്നുള്ളത് സ്ഥാപിക്കരുത്. കച്ചവടം ഉണ്ടെങ്കിലേ എക്കണോമി ആ രാജ്യത്തോ ആ സ്റ്റേറ്റിലോ ഒരു പഞ്ചായത്തിലോ റവന്യൂ വരികയുള്ളൂ. MA യൂസഫ് അലി എന്ന വ്യക്തിയെ ഞാൻ ഇവിടെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആദരിക്കൂടിയാണ്. കാരണം എന്താ, MA യൂസഫ് അലി സാധാരണക്കാരനല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ലോക കേരള സഭയുടെ ഈ വേദിയിൽ അങ്ങയോട് ഞാൻ സംസാരിക്കുന്നത് കച്ചവടക്കാരൻ എന്ന നിലയിലല്ല, കച്ചവടക്കാരൻ എന്ന നിലയിൽ അങ്ങ് നേടിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലോക കേരള സഭയിൽ ഞങ്ങളെല്ലാവരും ഒരേ ഗ്രേഡാണ്. അതെ, മനസ്സിലായില്ല? ഞാനായാലും എൻ്റെ സുഹൃത്ത് രവി പിള്ളയായാലും ഒരു തൊഴിലാളിയാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായാലും തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഇവിടെ മെമ്പറെ കാണുന്നുണ്ട്. അതായത് ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ ജീവിതമാർഗമാണ്. നിങ്ങളുടെ ഇപ്പം മീഡിയ ആണ് നിങ്ങളുടെ ജീവിതമാർഗം. യു ആർ എ വെരി ഗുഡ് പ്രൊഫഷണൽ ജേർണലിസ്റ്റ് അല്ലേ? പക്ഷേ പക്ഷേ ജേർണലിസ്റ്റിന് കച്ചവടക്കാരാവാൻ പറ്റില്ല. ഒരു കച്ചവടക്കാരന് ജേർണലിസ്റ്റ് ആവാനും പറ്റില്ല. അപ്പം എനിക്ക് രക്ഷയില്ല. അതെ, എനിക്ക് അവിടെ രക്ഷയില്ല. പോട്ടെ. പക്ഷെ ഞാൻ ബിസിനസ്സിനെ കാണുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബിസിനസ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന, സമൂഹത്തെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു എൻജിൻ ആണെന്ന് തന്നെ. യെസ്, ബിക്കോസ് വി നീഡ് റവന്യൂ. അതെ, റവന്യൂവിന് ബിസിനസ് വേണം. ശരിയാണല്ലോ. അത് മാത്രമല്ല, ഗവൺമെൻറ് ടാക്സ് കിട്ടും. ബിസിനസ്സുകാരില്ലെങ്കിൽ ഗവൺമെൻറ് റവന്യൂ ഇടുന്നു. അതെ, രാഷ്ട്രത്തിൽ നിന്നും റവന്യൂ ഉള്ളത് ബിസിനസ്സുകാരിൽ നിന്ന് മാത്രമേ ഉള്ളൂ. സർവീസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ മുഴുക്കെ എല്ലാ ബിസിനസ് ടാക്സാണ്. അതാണ് മെയിൻ കാരണം. ഈ യൂസഫിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും സാമ്രാജ്യം വെട്ടിപ്പിടിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ രഹസ്യം ഒന്ന് പറ, നമ്മൾ മലയാളികൾ കേൾക്കട്ടെ. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ഇത്രയും ഫേമസ് ആയ ഒരു ജേർണലിസ്റ്റ് എങ്ങനെയായി? ഓരോരുത്തരുടെ ഒരു മിനിറ്റ് ഓരോരുത്തരുടെ പ്രൊഫഷനിലും ഓരോരുത്തർ വളർന്ന് വലുതാവാനുള്ള ആഗ്രഹവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഹാർഡ് വർക്ക്. അപ്പോൾ സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ അധ്വാനം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ കച്ചവടമെങ്കിൽ ആ കച്ചവടത്തിൽ ഉയർന്ന് വീണ്ടും നല്ല നിലയിലെത്താനുള്ള അശ്രാന്ത പരിശ്രമം. നിങ്ങളൊരു ജേർണലിസ്റ്റാണെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് പ്രഗത്ഭന്മാരായ ജേർണലിസ്റ്റുകളുടെ ജീവചരിത്രം പഠിക്കുന്നു. അവർ എന്തൊക്കെ പറഞ്ഞു അത് പഠിക്കുന്നു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടൊരു ജേർണലിസം എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ യു വിൽ ബിക്കം എ ഫേമസ് ജേർണലിസ്റ്റ്. ഞാൻ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കാണുന്നത്, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. നിങ്ങൾ ഇല്ലാത്ത സാധ്യതകളിൽ കയറിപ്പിടിച്ച് അത് പ്രാവർത്തികമാക്കി ഒരിക്കലും ചെന്നെത്താത്ത ദൂരങ്ങൾ താണ്ടിപ്പോയി അങ്ങനെ കഷ്ടപ്പെട്ട് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ പുതിയ പുതിയ മേഖലകൾ വെട്ടിപ്പിടിച്ചു. അതല്ലേ രവിയേട്ടാ? തീർച്ചയായിട്ടും. നമ്മൾ ഒരിക്കലും ഇത്ര ഉയർച്ചയിലെത്തുന്ന വിചാരിച്ചല്ല. അതൊക്കെ ദൈവത്തിന്, ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. നമ്മുടെ കഠിനാധ്വാനം രണ്ടെണ്ണമാണ്. പക്ഷേ
ഇന്ന് കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ഏത് ബിസിനസ്സും മോഡേണൈസ് ചെയ്യണം, അതെ, അപ്ഗ്രേഡ് ചെയ്യണം. ലോകത്തിൽ ഇപ്പോൾ ഞാനൊരു റീറ്റെയിൽ ബിസിനസ്സുകാരനാണ്, ഞാൻ സൂപ്പർ മാർക്കറ്റുകാരനാണ്, അരി വിൽക്കുന്ന ആൾ, അതുപോലെ ഉപ്പും മുളകും വെക്കുന്നു, ബേസിക് അതാണ്. എൻ്റെ സൂപ്പർ മാർക്കറ്റ് അതുണ്ട്, അതെൻ്റെ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ റീറ്റെയിൽ ബിസിനസ്സിൽ ലോകത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വാട്ട് ഈസ് ദ ന്യൂ ഇന്നോവേഷൻ, വാട്ട് ഈസ് ദ ന്യൂ ട്രാൻസ്ഫോർമേഷൻ, അത് പ്രാവർത്തികമാക്കി മോഡേണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മൈ ബിസിനസ് വിൽ ഡൈ. ശരിയാണ്. അപ്പോൾ ആ പുതിയ മേഖലകൾ എന്തൊക്കെ സംഭവിക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഫുഡ് ബിസിനസ്മാനാണ്, ഭക്ഷണ സാധനങ്ങൾ വെക്കുന്നതാണ്. ഒരുപാട് പുതിയ ഇന്നോവേഷനാണ്. സപ്പോസ് ഡയബറ്റിക് ഫുഡ്, ഡയറ്റ് ഫുഡ്, എഗ് ഫ്രീ, കൊളസ്ട്രോൾ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, ഓർഗാനിക് ഫുഡ്. അങ്ങനെ ഈ ഭക്ഷണത്തിൽ തന്നെ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസാണ് ആൾക്കാർ. കാരണം പുതിയ തലമുറ ഭക്ഷണത്തിൽ ഈ ഒബീസിറ്റിയൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുഡ് സിനാരിയോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഹൈജീനിക്കായി സൽമോണില കുറവുള്ള ഫുഡ്, സൽമോണില ഇല്ലാത്ത ഫുഡ്, അങ്ങനെയൊക്കെയുള്ള മോഡേണൈസ് ചെയ്തിട്ടെങ്കിൽ എനിക്കതിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാലാകാലങ്ങളിലനുസരിച്ച് മാറി ആ മാറ്റം ചിന്തിക്കുകയും അതിനനുസരിച്ച് മാറ്റപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ ബാക്കടിക്കും. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് പഠനങ്ങൾ നടത്തും. റിവേട്ടൻ എങ്ങനെയാണ്? റിവേട്ടൻ്റെ മേഖല എന്ന് പറയുന്നത് ഓഫ് ഷോർ, ഓൺഷോർ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓയിൽ ആൻഡ് ഗ്യാസ്. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ, ആ മേഖലയുടെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മളെ ഡിഫിക്കൽട്ട് പാർട്ടാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു കൺസോർട്ടീവ് ഉണ്ടാക്കിയിട്ട് ജപ്പാനീസ് ഒരു കൊറിയൻസ് ഒരു യൂറോപ്യൻ കമ്പനി കൺസോർട്ടീവ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വർക്കിനും $10 to $15 billion ആയിരിക്കും ഈ കൺസോർട്ടിയം. $10 to $15 billion. അപ്പോൾ അതിന് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ മാത്രമാണ് നമ്മുടെ പാർട്ട്. എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് അവർ ചെയ്യും. നമ്മൾ ഇതുണ്ട്. അതാണ് എങ്ങനെ ഈ മേഖലയിൽ എത്തിച്ചേർന്നു? ഞാൻ അന്ന് കൊച്ചിയിൽ MBA പഠിക്കുമ്പോൾ, കൊച്ചി യൂണിവേഴ്സിറ്റി അല്ല, ഈവനിങ് കോഴ്സിന് പോകുമ്പോൾ കുറേ എഞ്ചിനീയേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ കൊച്ചിൻ റിഫൈനറി ജോലി ചെയ്ത ആൾക്ക്. അങ്ങനെയാണ് അതിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ അവരെ കൂടെ കൂട്ടിയോ? അല്ല, അവിടെ പണി തുടങ്ങി ചെറുതായിട്ടും. അങ്ങനെ ഇവിടെ കേരളമാണെങ്കിൽ പൊളിഞ്ഞു പോയി. അങ്ങനെ ഇവിടുന്ന് വിട്ട് ബഹ്റിനിൽ പോയി, സൗദിയിൽ പോയി. സൗദിയിലാണ് ബിസിനസ്. പക്ഷേ സൗദിയിലാണ് ബിസിനസ് 1978 തുടങ്ങിയത്. 78. ഇപ്പോൾ എന്തുമാത്രം വലിപ്പമുണ്ട് ബിസിനസ്സിന്? അന്ന് ഞാൻ 150 ആൾക്കാരോട്ട് തുടങ്ങി. ഇപ്പോൾ എത്ര ജോലിക്കാരുണ്ട്? ഇപ്പോൾ എല്ലാം കൂടെ ഗൾഫിൽ മൊത്തം 150,000 പീപ്പിൾ. 150,000. എത്ര മലയാളികളുണ്ടാവും അതിനകത്ത്? അങ്ങനെ നോക്കാറില്ല. ഒരു മാസം എത്ര രൂപ ശമ്പളം കൊടുക്കും? അതൊന്നും അറിയാൻ പറ്റില്ല എത്രയാണ്. പല 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 രാജ്യങ്ങളിലാണല്ലോ. ഇല്ല, എങ്കിലും ഏറെക്കുറെ ശമ്പളം എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ശമ്പളം ബാങ്ക് വഴി കൊടുക്കുന്നത്. സാലറി ട്രാൻസ്ഫർ ബൈ ബാങ്കാണ്. ഇപ്പോൾ ആരും ക്യാഷ് കൊടുക്കാൻ പാടില്ല. എത്ര ജോലിക്കാരുണ്ടാവും? 57,000. 57,000. 1,00,000 കൂടുതൽ. അതെ, 57,000. അതിൽ എത്ര പേര് മലയാളികളുണ്ട്? ഒരു 28,000 മലയാളികളുണ്ടാവും. ഇവിടെ ലണ്ടനിൽ 1,800 കോടി രൂപയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ്. അല്ല, സ്കോട്ട്ലൻഡ്. അതെ. പിന്നെ ഏത് ജേർണലിസ്റ്റും ബിസിനസ് സീക്രട്ട് അറിയാൻ ആഗ്രഹിക്കും. അത് പല ബിസിനസ്സുകാരും ചിരിച്ചു കഴിക്കുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ബിസിനസ് സീക്രട്ട് പറയാൻ പറ്റൂല എന്ന്. അല്ലേ? അങ്ങനെയൊന്നും ഒരു രഹസ്യമില്ല. നോ പ്രോബ്ലം. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ, ഈവൻ ഇഫ് കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ വി ആർ റെഡി ടു ആൻസർ. പിന്നൊരു കാര്യം എന്താണെന്ന് അറിയോ? ഇപ്പം ഞങ്ങൾ ഈ ലോക കേരള സഭയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബിസിനസ്സൊക്കെ നിർത്തിവെച്ചിട്ടാണല്ലോ ഇതിൽ വന്നത്. ഞങ്ങളാരും റിട്ടയർ ചെയ്ത്. പക്ഷെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട്, ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നറിയോ? ഞങ്ങൾ ജനിച്ച ഈ രാജ്യത്തോടും സംസ്ഥാനത്തോടും മലയാളികളോടും ഒരു ബാധ്യതയുണ്ട്. വി ആർ കമ്മിറ്റഡ്. അവരുമായി എഴുകിച്ചേരുകയും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുകയും ആ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുകയും അതിന് എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാർക്ക്, പ്രവാസികൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ളത് സഹായിക്കുകയും അതിനുവേണ്ടി ഗവൺമെൻറ്റുമായി യോജിച്ച്
മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അല്ലാണ്ട് ഇതിൽ ഞങ്ങൾക്കൊരു ഗെയിനും ഇല്ല, ഇല്ല. മനസ്സിലായില്ല. പക്ഷേ ദിസ് ഈസ് അവർ കമ്മിറ്റ്മെൻറ്റ്, വി ഹാവ് ടു ഡു ദിസ്. Yes. അതാണ് ലോക കേരള സഭയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ? ഇന്നത്തെ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവാസികളെ കേരളത്തിനുള്ളിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക, അതാണ് മെയിൻ. ഇവിടെ വരുന്നു, എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നു, 4 വാക്ക് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടുന്നു, അവർക്കൊക്കെ ഒരു വലിയ ഇറ്റ് ഈസ് എ പ്രസ്റ്റീജ് ഫോർ ദം. അവരൊരു ഐസൊലേറ്റഡ് ആളുകൾ ആണ് എന്ന് ഉള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ദേ ആർ വൺ എമംഗ്സ്റ്റ് അസ്. ആ ഒരു കോൺഫിഡൻസാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും സ്പീക്കർ അടക്കമുള്ള ഞങ്ങളടക്കം മെമ്പർമാരായിട്ടുള്ള ഈ കമ്മിറ്റി നമ്മുടെ വിദേശ മലയാളികൾക്ക് കൊടുക്കുന്നത്. അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ 2 വലിയ പുത്രന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബിസിനസ് നടത്തി വലിയ താരങ്ങളായവർ, ആ താരപദവിയെ ആദരിക്കാൻ കൂടിയാണ് 2 പേരെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കച്ചവടത്തിൻ്റെ മനഃശാസ്ത്രം കൂടുതലൊന്നും പറയുന്നില്ല, എങ്കിലും അവർ വിജയിച്ചു. അത് കേരളത്തിൻ്റെ മലയാളികൾക്ക് ഒരു പാഠമാണ്. കച്ചവടം, ബിസിനസ് എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുകയും നയിക്കുകയും വളർത്തുകയും ചെയ്യുന്ന വലിയ ഒരു എഞ്ചിനാണ്. അതിൻ്റെ 2 എഞ്ചിനുകൾ സ്ഥാപിച്ച, വളർത്തിയ, പ്രായോഗികമായി വലിയ വിജയം നേടിയ 2 പേർ, MA യൂസഫ് അലി, രവി പിള്ള. തീർച്ചയായിട്ടും എല്ലാ അഭിവാദനങ്ങളും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ സഹോദരൻ രവി പിള്ള കൂടി വേണ്ടി പറഞ്ഞു. ഞങ്ങൾ സാധാരണക്കാർ, ഞങ്ങൾക്കൊരു ആദരവല്ല വേണ്ടത്, നിങ്ങളിൽ ഒരുവനായി ഞങ്ങളെ കണക്കൂട്ടും, പ്രത്യേകിച്ച് ജേർണലിസ്റ്റുകൾ. നന്ദി, നമസ്കാരം.